നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2014-ലും 2019-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമുക്കാൽ മണ്ഡലങ്ങളിലും 50%-ലേറെ വോട്ടുകൾ നേടിയാണ് BJP അവിടെ വിജയക്കൊയ്ത്ത് നേടിയത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 65ഓളം സീറ്റുകൾ ജയിക്കുകയും അതിന് മുന്നേ തവണ 71 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുകയും ചെയ്ത BJP അവരുടെ ജൈത്രയാത്ര നടത്തുമ്പോൾ അവിടെ ഓരോ മണ്ഡലങ്ങളിലും 50%-ലേറെ ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം അവർക്ക് കൃത്യമായി നേടിക്കൊടുത്തത് ഗുജറാത്തിൽ തന്നെയാണ്. ഉത്തർപ്രദേശിൽ ശരാശരി 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് BJP നേതാക്കൾക്ക് കിട്ടിയത്. സമാജ്വാദി തകർന്നടിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി 30%-ന് മേളിൽ വോട്ട് ഷെയർ നേടി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനതാ പാർട്ടിക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായതിനു ശേഷം ഒരു ജനതാ പാർട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ. അത് കൃത്യമായി സമാജ്വാദി പാർട്ടിയുടെ പെട്ടിയിലേക്ക് വീണു. 32.5% വോട്ട് ഷെയറിലേക്ക് എത്താൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു. സീറ്റുകളായി കൺവേർട്ട് ചെയ്തപ്പോൾ അത് 111 മാത്രമേ ആയുള്ളൂ. കാരണം അതൊരു ബൈപോളാർ ഫൈറ്റ് ആയിരുന്നു. 403-ൽ ഏകദേശം 300ഓളം മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു. ഇക്കുറി 40%-ലേറെ വോട്ടുകൾ ഒറ്റയ്ക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സമാജ്വാദി പറയുന്നത്. എന്നാൽ കോൺഗ്രസ് കൂടി ഒപ്പം നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയും 42 വരെ ഉയർന്നേക്കാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കോൺഗ്രസിന് അത്തരത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. കോൺഗ്രസിന് നിലവിൽ 13 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കി. റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തീകരിക്കും. ഫിറോസ് വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയിലേക്ക് എത്തും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം സൈക്കിൾ ചിഹ്നത്തിൽ UP-യിൽ മത്സരിക്കുകയും BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മേനകാ ഗാന്ധിയും അതുപോലെ ഫിറോസ് വരുൺ ഗാന്ധിയും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് കാണാൻ പോകുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ, അവിടെ സമാജ്വാദി പാർട്ടി MLA-മാർ നടത്തിയ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായേക്കാവുന്ന ചില അടിയൊഴുക്കുകളെ പറ്റിയും വിശദമായി തന്നെ സമാജ്വാദി പാർട്ടി കണക്ക് കൂട്ടുകയാണ്. ആ സംസ്ഥാനത്ത് മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ സമാജ്വാദി പാർട്ടി മെനക്കെട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. അതിനെ തടുക്കാൻ BSP ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മായാവതി BJPയെ ആവുന്ന രീതിയിലൊക്കെ മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് സമ്പ്രദായം മാറ്റിപ്പിടിക്കുകയാണ്. അത് മായാവതിക്ക് എല്ലാ രീതിയിലും സ്വന്തം പാർട്ടിയെ ശിഥിലമാക്കുന്നതിലേക്കുള്ള അവസാന ആണിയടിക്കൽ തന്നെയായിരിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നു. അതേസമയം സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വോട്ട് ഷെയറിലേക്ക് അവരുടെ ടാലി എത്തിക്കാനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുങ്ങുന്നത്.